മുത്തുമണീസ്. അപ്പം വീണ്ടും എൻ്റെ സ്വർഗത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ കുട്ടി ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ വലിയ മൂടൊന്നും ഇല്ല, എന്നാലും ഞാൻ അങ്ങനെ ഉഷാറായി വന്നുകൊണ്ടിരിക്കുന്നു. അണ്ണൻ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോഴാ സാധാരണ വന്നത്. നമ്മൾ പുതിയ വീട് പണിയുന്നിടത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണ്ണൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ അണ്ണൻ നമുക്ക് വ്ലോഗ് എടുത്താലോ, അങ്ങനെ അങ്ങ് ഇരുന്നാലും പറ്റത്തില്ലല്ലോ, ഇങ്ങനെ വരണമല്ലോ. ശരി ഫ്രണ്ട്സ്. അപ്പൊ മൂന്നുകുട്ടനെ ഇനി സ്കൂളിൽ വിട്ടില്ല, ആകെ ചുമ. ഒരെണ്ണം മതിയോ? ആ സാരല്ല, ഇരിക്കട്ടെ. മൈക്ക് വാങ്ങിച്ചത് പിന്നെ ഭയങ്കര ഗമയാ. വീഡിയോ എടുക്കുമ്പോൾ മൈക്ക് എടുത്ത് വെക്കുക. അതുകൊണ്ട് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസിൽ ഫോൺ വെക്കാൻ പറ്റുന്നുണ്ടേ, കേൾക്കും. പിന്നെ അതുമല്ല, വാങ്ങിച്ചത് ഒരു വിധത്തിൽ നല്ലതാണ്. കാരണം ഇത്രയും അകലെയൊക്കെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെക്കണം. കാരണം നമ്മൾ പറയുന്നത് ഫോണിൽ ഇങ്ങനെ കേൾക്കണ്ടേ, ബാക്ക്ഗ്രൗണ്ട് ശബ്ദം മാത്രമേ കേൾക്കൂ. അപ്പം രാവിലെ എനിക്ക് പിന്നെ അങ്ങ് ഉറക്കവും ക്ഷീണവും തളർച്ചയും ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങ് സെറ്റാക്കി കുട്ടി ജോലിയൊക്കെ ഒതുക്കി പൊന്നുവിനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടു. മൂന്നുകുട്ടന് ചുമ. വൈകുന്നേരം ഒരു മാംഗോ ബാർ തിന്നതേ ഓർമ്മയുള്ളൂ, പിന്നെ ചുമയായിരുന്നു. അതുകൊണ്ട് അവനെ വിടണ്ടെന്ന് വിചാരിച്ചു. വിട്ടാലും ഈ മൂന്നുകുട്ടനിൽ അലർജി പ്രശ്നം ഉള്ളതുകൊണ്ടേ ഇവർ പാർക്കിലൊക്കെ കളിക്കാൻ കൊണ്ടുപോയാൽ പിന്നെ അത് വലിയൊരു പണിയാവും, നല്ല പനിയാവും. പിന്നെ നേരത്തെ പോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട വരും. അടയ്ക്കാറായി. ഇനിയിപ്പോൾ എക്സാം അടുത്ത മാസം, പരീക്ഷയായി. ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പുമാണ്. ഇനി അങ്ങോട്ട് നമുക്ക് റമളാൻ വിശേഷങ്ങൾ ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു മാസം പെട്ടെന്ന് പോകും. നോമ്പ് പെട്ടെന്ന് പോകും ഇല്ലേ, പെട്ടെന്ന് വരുന്ന ആളാ. പിന്നെ ഇൻഷാല്ല. അപ്പം ഇപ്പം ഇന്നിനി ഞാൻ എൻ്റെ തൂക്കൽ പറക്കൽ എല്ലാം തുടക്കലൊക്കെ അങ്ങനെയുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ചോറ് രാവിലത്തെ റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് വടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് അണ്ണൻ സാധാരണ ഉച്ചയ്ക്ക് തരുമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് പണിയുടെ കാര്യത്തിന് വേണ്ടി പക്ഷെ അത് ഇന്ന് വന്നില്ല. അന്നേരം അണ്ണൻ തിരിച്ചു വന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ 11:30 ആയതേ ഉള്ളൂ. അപ്പം അണ്ണ എന്തായാലും 1 മണിയാകുമ്പോഴല്ലേ വരും. അപ്പത്തേക്ക് പതുക്കെ സെറ്റാക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ അണ്ണൻ വന്നപ്പോൾ ഞാൻ അണ്ണ നമുക്ക് വീഡിയോ എടുക്കാം, അപ്പൊ കളയണ്ട അങ്ങനെ. പിന്നെ ഇനി ശനിയാഴ്ച വീട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം. നമ്മൾ എന്നും തൂക്കാൻ തുടങ്ങി ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ചില സ്ഥലത്തൊക്കെ പൂച്ചയിലുണ്ട്. പിന്നെ അതുപോലെ കർട്ടൻ കാര്യങ്ങളെല്ലാം എന്നും തൂക്കലും തുടക്കലുമാണ് ഫ്രണ്ട്സ്. പിന്നെ അത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ കർട്ടനൊക്കെ എന്നെടുത്ത് കഴുകണം. ബെഡ്ഷീറ്റ് ഞാൻ 2 ദിവസം കൂടുമ്പോൾ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമില്ല, മാറ്റി വിരിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങൾ. പിന്നെ വേറെ സാധനങ്ങളൊക്കെ മേടിക്കണം. അത് പിന്നെ നോമ്പിൻ്റെ തലേന്ന് വാങ്ങിച്ചാൽ അതില്ല, നോമ്പിനായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണം. അതെ, പക്ഷെ അണ്ണൻ അന്നേരം ജോലി കാണും, നമുക്ക് വീട് പണി കാണും. അപ്പൊ അണ്ണൻ അവിടെ പോകും, സമയം പോകും പെട്ടെന്ന്, അത്രേ ഉള്ളൂ. നമ്മൾ അവിടെ നമ്മൾ വീട് വെക്കുന്നതിന് അവിടെ അത്ര മരങ്ങളെല്ലാം മുറിച്ചുകൊണ്ട് വീടിന്റെ മുകളിലോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലൊന്നും മരം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടാട്ടോ. സിമെന്റ് കട്ടയുണ്ട്, അതിന്റെ ഒരു ചൂടും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പറയാം. ഞാൻ മീനെടുത്ത് വെള്ളത്തിയിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മുടെ മീൻ ഞാൻ ഫ്രീസറിൽ നിന്ന് കത്രി ഡൈനിങ് ടേബിളിലുണ്ട്. ഇന്നലെ ഇത് അതെടുത്ത് ഇതിനകത്ത് ഇട്ടതാണ് നമ്മുടെ മീൻ. അപ്പം ഈ സ്ട്രോബെറി എടുത്ത് ഞാൻ ഇവിടെ വെച്ചതാണ് കേട്ടോ, തിന്നുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാമല്ലോ. അപ്പോൾ ദാണ്ട ഇത് നമുക്ക് മെഴുക്ക് വരട്ടി ഫ്രൈ ആക്കുന്ന പോലെ ആക്കിയെടുക്കാം. സാധാരണ അധികം ഇഷ്ടമല്ല, പക്ഷെ ഞാൻ തീറ്റിക്കും, അതാണ് ഞാൻ. അപ്പോൾ അത് പിന്നെ ഇത് ബീൻസ് വാങ്ങിച്ചത് 2 ദിവസമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അത് തോരൻ വയ്ക്കാം, ബീൻസ് തോരൻ വയ്ക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. മോനോട്ട് തന്നെ ഞാൻ ഇങ്ങനെ കൈ ആക്കിയിട്ട് ആക്കാന്ന് വെച്ചാൽ മോനോട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. പനി നിങ്ങൾ കണ്ടില്ലല്ലോ. മോനോട്ടാ പറ, മോനോട്ട് എന്തെങ്കിലുമൊക്കെ പറ അവരോട്.
എന്താ ചുമയേ ഉള്ളൂ, വേറെ ചൂട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ കാണിച്ച് മരുന്നൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. മക്കൾ അമ്മായി സഹായിക്കണ്ട, ഞാനും കൂടെ സഹായിക്കാൻ. ഇവനെ അങ്ങ് കൊണ്ട് ഇരുത്തണേ. കഞ്ഞി തരട്ടെ, ഇച്ചി കൂടെ കഞ്ഞി തരട്ടെ. ആ സൗണ്ട് ഇച്ചി ഇട്ട് കൊടുക്കണേ, കാർട്ടൂണ് സൗണ്ട് ഇട്ട് കൊടുത്തില്ലെന്ന്. എന്നാ കഞ്ഞി തരട്ടെ ഇച്ചി കൂടെ. മോനുക്കുട്ടന് ഞാൻ നമ്മുടെ ചോറ് വടിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് തന്നെ കുറച്ച് കഞ്ഞി എടുത്ത് കേട്ടോ ഇത് കൊടുക്കാം. വേണ്ട, എല്ലാ കാര്യവും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മെഴുക്ക് വരട്ടി, തോരൻ, പിന്നെ മീൻകറി വെക്കാനുള്ളത്. വേഗം ഞാൻ അരിഞ്ഞെടുത്തരാം, നമുക്കില്ല മാജിക് പോലെ കാണിക്കാം. ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം സെറ്റായി ഇരിക്കണം. റെഡി 1 2 3 സ്റ്റാർട്ട്. നിൽക്ക് ഒരു മിനിറ്റ്. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ അതെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചാൽ അപ്പൊ നമുക്ക് വേഗം മീൻകറി വെക്കാം. മോനൂട്ടനെ കൂടെ മക്കൾ അമ്മയ്ക്ക് ഒരു ഉപകാരം ചെയ്യുവോ? പോയി ഇച്ചിരി കരിയാപ്പില വെച്ചിട്ടുണ്ട്. കരിയാപ്പില വെച്ചുമ്പോൾ തണ്ടോടെ വെച്ചണം കേട്ടാ, ഇങ്ങനെ ഊർത്തെടുക്കല്ലേ. മോനോട്ട് ഇങ്ങനെ ഊർന്നെടുത്തോണ്ട് വരും. ആദ്യം നമുക്ക് വഴുതനങ്ങ ഫ്രൈ ആക്കിയെടുക്കാം. വേണ്ട, നമ്മുടെ വഴുതനങ്ങ എണ്ണ ചൂടാക്കി ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇത് വരണ്ട് വരുമ്പോഴാണ് നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. എന്തുവാണേ? മതി. നന്നായിട്ട് വരണ്ട് വരണം. കരിയാപ്പില ഇടല്ലേ? എന്തേ മക്കളിത് കഴുകിയോ? അണ്ണ ഈ കരിയാപ്പില ഒന്ന് കഴിവ്. അതാ അമ്മ ഇടല്ലേ അത് ഞാൻ താണ്ട് ഇട്ട്. അല്ല, അത് മറ്റേ ഇതിനകത്തിടാൻ മോനൂട്ട എടുത്തോണ്ട് വന്നത്. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ചാണ് ഫ്രണ്ട്സ് ഇന്ന് പാചകം. ആള് കൂടിയാലും സത്യം പറഞ്ഞ പ്രശ്നം കേട്ടോ. ഇല്ല മക്കളെ കണ്ട അത് ഇപ്പൊ അങ്ങ് വരലും കേട്ടോ. നോക്കട്ടെ, കണ്ടാ. എന്നിട്ട് നമ്മള് പച്ചമുളക്, മുളക് വലിയ മുളകായിരുന്നു. അപ്പൊ അമ്മ രണ്ടായിട്ട് കീറി അങ്ങ് ഇട്ട്. കുഞ്ഞു കഷ്ണമായിട്ട് ഇടേണ്ട ആവശ്യമില്ല, പിന്നെ വലിയ എരിയില്ലാത്ത മുളക്. എന്നിട്ട് നമ്മൾ ഇത് പുഴുങ്ങിയപ്പോഴേ മുളക് ഉടച്ചപ്പോൾ എരിയേ ഇല്ലായിരുന്നു ഈ മുളക്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വരണ്ട് വരണം. എന്നാൽ മീൻ പൊരിക്കാൻ എടുത്ത് വെക്കുക. ഇവിടെ മീൻ പൊരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ മീൻ തലയ്ക്കകത്ത് തലയും. മോനൂട്ടനും വലിയ മീനായതുകൊണ്ട് ഇഷ്ടമാണ്. എന്നിട്ട് ആക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേരാണേ. മതി. അപ്പം നമ്മുടെ മീൻ കറി ഇനി ഇതാ ഇങ്ങനെ ഇരുന്ന് ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് വറ്റി വരണം. എന്നാലും എൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പം ഇനി എനിക്ക് താണ്ട ഈ തോരനും കൂടെ വെക്കണം ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാമേ. മെഴുക്ക് വരട്ടി ആയിക്കൊണ്ടിരിക്കുന്നു. കറണ്ട് പോയി ഫ്രണ്ട്സ്. ദേ നമ്മുടെ മീൻകറി നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ കുറുകിയ ചാറിന് ഞാൻ പിന്നെ എന്ത് ചെയ്യും? അതിൻ്റെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇതിൻ്റെ വഴുതനങ്ങ ഫ്രൈ സെറ്റ്, പിന്നെ ഇത് തോരൻ. അപ്പം നമുക്കിനി കഴിച്ചുകൊണ്ട് സംസാരിക്കാമേ. ഞാൻ എന്തായാലും കുളിച്ച് കുട്ടപ്പയായി. അപ്പം നമുക്കിനി പെട്ടെന്ന് ചോറ് വിളമ്പിക്കാം. വിശക്കുന്ന സത്യം പറഞ്ഞാൽ കേട്ടോ. 1:30 പിന്നെ അണ്ണനെ 1-2 സാധനം മേടിക്കാറുണ്ട്. അണ്ണൻ ടൗണിലോട്ട് പോയി. അപ്പം പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാനെല്ലാം വിളമ്പി വെക്കാമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ടൗണിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യണ്ടല്ലോ. പിന്നെ മൈക്കില്ല കേട്ടോ, മൈക്ക് ചാർജ് തീർന്ന് സംസാരിച്ച് കുത്തി ഇട്ടിട്ടുണ്ട്. അതുപോലെ കറണ്ട് ഇല്ലായിരുന്നല്ലോ, ഇടയ്ക്കിടയ്ക്ക് പോയി വന്നിരിക്കും. അണ്ണനാണ് പോകുന്നേ ഉള്ളൂ. സ്കൂട്ടിയുടെ ശബ്ദം. ചോറ് വിളമ്പട്ടെ. നമ്മുടെ ചോറ് എനിക്ക് അങ്ങനെ ഒത്തിരി ചോറ് വേണമെന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ എനിക്ക് കറി ഒത്തിരി വേണം. ചോറ് ഞാൻ ചെയ്തിരുന്നു. ചോറ് സെറ്റ്. നമ്മുടെ തോരൻ. എനിക്ക് കയ്യോറ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. കയ്യോറ മേടിക്കണം. എനിക്ക് കട്ടിംഗ് ബോർഡിനകത്ത് വെച്ച് ഇങ്ങനെ അരിയുന്നതിനേക്കാൾ എളുപ്പമാണ് എനിക്ക് കൈ കൊണ്ട്. അതാണ് എനിക്ക് സ്പീഡ് സത്യം പറഞ്ഞാൽ. നമ്മുടെ തോരൻ സെറ്റ്. മോനുകുട്ടന് വേണ്ട കേട്ടോ, മോനുകുട്ടനൊന്നും കഴിക്കൂല. നമ്മുടെ പൊന്നുവച്ചാണ് എൻ്റെയൊക്കെയാണ് പറ്റി. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ. സാധാരണ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ നിർബന്ധത്തിനാണ് കഴിക്കുന്നത്. അണ്ണന് മീനോ ഇറച്ചി മുട്ട അതൊക്കെയാണ് ഇഷ്ടം. നമ്മളിതൊക്കെ ഇഷ്ടപ്പെടുത്തും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നമ്മുടെ
കൊണ്ടാട്ട മുളക് അതൊരെണ്ണം വെക്കുവാണ്. അണ്ണ അങ്ങനെ കഴിക്കത്തൊന്നുമില്ല, എന്നാലും അണ്ണന് ഒരെണ്ണം വെച്ചേക്കാം. പിന്നെ മീൻ വറുത്തത് മോന് കൂട്ടണേ. അങ്ങനെ മീൻകറി കണ്ടോ ഫ്രണ്ട്സ്, നല്ല കുറുകി കേട്ടോ. ഇനി ഇത് കുറുകിയ പണി വാളും. അതുകൊണ്ട് ഞാനങ്ങ് ഓഫ് ചെയ്ത്. കുറച്ച് വഴുതനങ്ങയും കൂടെ ഉണ്ടായിരുന്നു. വഴുതനങ്ങ കണ്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്, മറന്നുപോയി. എനിക്ക് മീൻ തല മതി കേട്ടോ. എനിക്ക് മീൻ തലക്ക് അങ്ങനെ തലയാണ് ഇഷ്ടം. ഈ വലിയ മറ്റേ ഇതിൻ്റെ എനിക്ക് തല അത്ര ഇഷ്ടമല്ല. അത് പക്ഷേ ഷാനാന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഏതാ നമ്മുടെ വലിയ മീനിൻ്റെയൊക്കെ തലയില്ലേ, അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് അണ്ണന് ഭയങ്കര ഇഷ്ടം. ഇവിടെ നമ്മൾ കടയിലൊക്കെ പോകുമ്പോഴും അണ്ണൻ പറയും അത് മേടിക്കാന്ന് പറയുമ്പോൾ ഞാൻ എന്ന് മൂളും. കാരണം എനിക്ക് വലിയ താല്പര്യമില്ല. മോരുണ്ടായിരുന്നല്ലേ, മോരുകറിയും കൂടെ വെക്കണ്ടായിരുന്നു. വിരുദ്ധാഹാരം എന്നൊക്കെ പറയും, പക്ഷേ മോരുകറിയും മീൻകറിയും കൂടെ ഉള്ളതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ. പിച്ച് തിന്നണേ മോന് കൂട്ടാണ്ട് അത്താച്ചി വന്നു. മീൻ പിച്ച് തിന്ന്, പൊരിച്ച മീനും പിച്ച് തിന്നണം കേട്ടോ. വരവി തിന്ന് ചോറിൻ്റെ അതിട്ട്. വേഗം വാ കഴിക്കാം നമുക്ക്. വാ എല്ലാം എടുത്തു വെച്ച്. അപ്പം നമുക്ക് ചോറ് കഴിക്കാം. മുത്തുമണി എൻ്റെ പൊന്നേ. അണ്ണന് ഞാൻ ഒരു സാരമില്ല. അണ്ണന് ഞാൻ ഒരു വറ്റൽ മുളക് വെച്ചിട്ടുണ്ട്, അല്ല തൈര് മുളക് കൊണ്ടാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ചോറ് കഴിക്കാം. പിന്നെ കുറേ പേര് ഇങ്ങനെ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ 2 ദിവസം ഇവിടെ ആയിരുന്നു, 2-3 ദിവസം ഇവിടെ ആയിരുന്നു. അതെ ഞാനൊരു കറണ്ട് പോയി. മോനുകുട്ടാ മോനുണ്ട് അണ്ണൻ്റെ ഫോണിൽ സൗണ്ട് പറയാം. മോനുട്ടാ മുത്തുമണി ഞാൻ 2-3 ദിവസം വീട്ടിലായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് സുഖമില്ലായിരുന്നു, അറിയാമല്ലോ. അപ്പം അത് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പം അല്ലെങ്കിലും എല്ലാ വട്ടം വരുമ്പോഴും എനിക്ക് നടുവേന വയറുവേനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ താമസിച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വയ്യായ്മയായി. അപ്പം ഞാൻ അണ്ണനടുത്ത് പറഞ്ഞ് നമ്മളിപ്പോൾ എന്തൊക്കെ ആയാലും ഈ വീട്ടിൽ കിടക്കുമ്പം കുറച്ച് ജോലിയൊക്കെ എണീറ്റ് ചെയ്ത് പോകാറിയാണ്. അപ്പോൾ ഒരു 2 ദിവസം മൈൻഡ് ഫ്രീ ആക്കണം. പിന്നെ അതിൻ്റെ തലേ ദിവസമൊക്കെ എനിക്ക് വയ്യാതെ ഞാൻ ഉറങ്ങില്ല. ഇവിടെ ഹാളിൽ വന്നിരുന്ന് ഇവർ 3 നേരം റൂമിൽ ഇരിക്കുമ്പം ഞാനിവിടെ വന്ന് സമയം നോക്കി ഇരുന്ന് നേരം വിളിപ്പിച്ച് 5:30 മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത്. അപ്പം ഒന്ന് നല്ലപോലെ ഉറങ്ങുകയും ചെയ്യണം. 2 ദിവസം എനിക്ക് റെസ്റ്റ് വേണം. എൻ്റെ കറിയെ 2 ദിവസത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ 2 ദിവസം വീട്ടിൽ നിന്നോട്ടെ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നിന്നോ, ഞാൻ പിള്ളേരെ കാര്യം ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഇവർ പിള്ളേരില്ലാതെ ഞാൻ മാറിയിരിക്കുന്നത് കേട്ടോ. അണ്ണയില്ലാതെ നിന്നിട്ടുണ്ട് ഗൾഫിലായിരുന്നപ്പം, പൊന്നുസമുണ്ട്. അപ്പം ആ 2 ദിവസം വീഡിയോസ് കാര്യമെല്ലാം ഇല്ലാതെ ഞാനൊന്ന് മൈൻഡ് ഫ്രീ ആയി നല്ലപോലെ ഉറങ്ങണം. അങ്ങനെ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്നതാണ്. അപ്പം അത്രേ ഉള്ളായിരുന്നു. നിസ്സാര കാര്യം. അമ്മായി മോളെ മാത്രമായിട്ട് ഒരു 2 ദിവസം 2 ദിവസം അത്തായി 2 മക്കളായിട്ടുള്ള 2 ദിവസം അടിപൊളിയാട്ടോ. വഴുതനങ്ങ കഴിച്ചു നോക്കണേ, എനിക്കതാ ഇഷ്ടപ്പെട്ടത്. തോരനും എല്ലാം കൊണ്ടിട്ട് അടിപൊളി. അപ്പം നമ്മുടെ കുട്ടി വിശേഷമാണ്. ഞാൻ വെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് എന്നെ നിങ്ങൾ മറന്നു പോകല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് എടുത്തതാണ് മുത്തുമണി. പിന്നെ എല്ലാവരും ഇങ്ങനെ ഇറ്റാന്തേന്ന് ചോദിച്ചാൽ ഒരുപാട് സന്തോഷം. നമ്മളെ മാറിയിരിക്കുമ്പോൾ നമ്മളെ തിരക്കുന്നുണ്ടല്ലോ. സോറി. അത്തച്ചിയും മക്കളും വീഡിയോ ഇടുന്നത് ഞാൻ കാണും. പിന്നെ അതുപോലെ പൊന്നുസം മുട്ടിനെ സ്കൂളിൽ വിട്ടിട്ട് അണ്ണ എൻ്റെ അടുത്ത് വരും, വീട്ടിൽ വരും, നമ്മളടുത്തല്ലേ. അപ്പം പിന്നെ ഞാനും വിചാരിച്ചു ഓരോരുത്തർക്കും ഇങ്ങനെ കമൻറ്റിന് റിപ്ലൈ എനിക്ക് പറ്റുന്നവർക്കിടത്ത് ഞാൻ പറഞ്ഞു വീട്ടിലായിരുന്നു എന്ന് വിചാരിച്ച് വീഡിയോയിലൂടെ പറയാം. അങ്ങനെ ഞാൻ വന്നേ കേട്ടോ. കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇത്രേ ഉള്ളായിരുന്നു. ഇനിയിപ്പം ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങണം, ഇത്രേ ഉള്ളൂ. രാവിലെ എനിക്കൊരു മന്ദതയായിരുന്നു. അപ്പം ഇച്ചിരി നേരം ഉറങ്ങും. അപ്പം പൊന്നൂസ് വരെ സമയം. അപ്പം 2:30 വീഡിയോ ഇടുന്നത്, 1 മണിക്കൂർ കൊണ്ട് വേണം ചെയ്ത്. അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നോമ്പൊക്കെ വരുമല്ലേ, നമുക്ക് അടിപൊളി വീഡിയോ ഒക്കെ എടുക്കാം. ബൈ.